യു ജി സി നെറ്റ് ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം അൺഎക്സ്പെക്റ്റഡായ ഒരുപാട് കാര്യങ്ങളാണ് 2024 ജൂൺ എക്സാമുമായി ബന്ധപ്പെട്ട് നടന്നത്. നമ്മൾ എക്സാം നടത്തിയിട്ട് വീട്ടിലേക്കൊക്കെ വന്ന് എക്സാമൊക്കെ എഴുതിയിട്ട് നല്ല മാർക്കൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് വീട്ടിലേക്കൊന്ന് വന്നിരുന്നപ്പോൾ തന്നെ എക്സാം ക്യാൻസൽ ചെയ്തു. ഒരുപാട് പലതരത്തിലുള്ള ന്യൂസുകൾ അതിനുശേഷം പ്രചരിച്ചു. ഒരുപാട് ഡിസ്കഷനുകൾ, ഡിബേറ്റുകൾ അതുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ തന്നെ നടന്നു. അപ്പോൾ നമ്മൾ 2024 ജൂൺ എക്സാം ക്യാൻസൽ ചെയ്യുകയും പുതിയൊരു എക്സാമിന് വേണ്ടിയിട്ട് ഇനി എന്നാണ് എക്സാം ഉണ്ടാവുക, ഡിസംബർ എക്സാമും ജൂൺ എക്സാമും തമ്മിലുള്ളൊരു മേർജിങ്ങിൻ്റെ സാധ്യതകൾ എത്രയൊക്കെയാണ്, ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് ഡൗട്ട്സുകൾ നമ്മുടെ ആസ്പിറൻസിന് ഉണ്ടായിരുന്നു, എയറിൽ പൊതുവേ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ നീങ്ങിയിട്ടുണ്ട്. ബേസിക്കലി 2024 ജൂൺ എക്സാം ഒരിക്കൽ കൂടി കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 21-നും സെപ്റ്റംബർ 4-നും ഇടയിലായിട്ട് കണ്ടക്ട് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി നമ്മൾ ക്യാൻസൽ ചെയ്ത യു ജി സി നെറ്റ് 2024 ജൂൺ എക്സാം പെൻ ആൻഡ് പേപ്പർ മോഡിൽ OMR ആയിട്ടായിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നത്. അതിലൊരുപാട് അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റൻസുകൾ കാരണത്താൽ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ എക്സാമിലേക്ക് വരുന്ന സമയത്ത് ഇത് പഴയതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, CBT തന്നെ തിരിച്ചു വന്നിരിക്കുന്നു എന്നതാണ്. ബേസിക്കലി OMR എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഒരുപാട് ആസ്പിറൻസ് OMR ആയതിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. കുറേ ആളുകൾ, വലിയൊരു വിഭാഗം OMR ആയതുകൊണ്ട് ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂവും അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്ത് പല ക്വസ്റ്റ്യൻസും അതല്ല, ശരിയുത്തരമല്ല താൻ അറ്റൻഡ് ചെയ്തതെന്ന് എക്സാം കഴിയുന്നതിന് മുമ്പ് തന്നെ മനസ്സിലായി. പക്ഷെ അത് തിരുത്താനുള്ള അവസരം ഉണ്ടായില്ല. അങ്ങനത്തെ കേസുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ OMRൽ ഉണ്ട് എന്ന് പറയുന്ന വലിയൊരു വിഭാഗവും അതോടൊപ്പം തന്നെ ഒരു തവണ അറ്റൻഡ് ചെയ്തത് ഇനി ഇൻ കേസ് അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട വീണ്ടും ഒരിക്കൽ കൂടി അറ്റൻഡ് ചെയ്യാനുള്ള അവസരമൊക്കെയാണ് CBTയിലൂടെ നമുക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടുള്ളത് എന്ന കാര്യം വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഓർക്കേണ്ടതുണ്ട്. ടൈം മാനേജ്മെൻറ്റ് OMRൽ ഇഷ്യൂ ആയിരുന്നെങ്കിൽ CBTയിൽ അത് ഇഷ്യൂ ആവാതെ നോക്കാൻ പൊതുവെ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. കാരണം ഓൾറെഡി 1-2 എക്സാമൊക്കെ എഴുതിയ ആളുകൾക്ക് അത് ഓൾറെഡി അറിയാം. പിന്നെ അതുമാത്രമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പുതിയതായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്കും ഇപ്പോൾ സൈറയുടെ കേസിലാണെങ്കിലും നമ്മളുടെ PYQസും മോക്ക് ടെസ്റ്റുകളൊക്കെ ആപ്പിൽ അവർ ഓൺലൈൻ രൂപത്തിൽ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ CBT മോഡൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് CBT തിരിച്ചു വന്നതിൽ ഒരുവിധം ആളുകളൊക്കെ സന്തോഷത്തിലാണ്. എങ്കിലും OMR ആയിരുന്നു താല്പര്യം എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തായാലും നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ ക്യാൻസൽ ചെയ്ത എക്സാമിനെ കുറിച്ച് വീണ്ടും അത് നടത്തുന്നതിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരുപാട് ഡൗട്ട്സ് ആസ്പിറൻസിനുണ്ട്. ആ ഡൗട്ട്സുകൾ വളരെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആവുന്നതിന് വേണ്ടി ഇനിയും നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. നമ്മളതിന് വെയിറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് വളരെ കൃത്യമായിട്ടും പറയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഒരു പക്ഷേ അസംഷനാണെന്ന് പറഞ്ഞാൽ പോലും ഒരു 95% അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഓഗസ്റ്റ് 21-നും സെപ്റ്റംബർ 4-നും ഇടയിലാണ് എക്സാം നടക്കുന്നതെന്ന് പറയുമ്പോൾ ഓൾറെഡി സിലബസ് കവർ ചെയ്യാൻ അല്ലെങ്കിൽ റിവിഷൻ കംപ്ലീറ്റ് ആവാത്ത ആളുകൾക്കൊക്കെ ഒരിക്കൽ കൂടി ഒരു സമയം, ഒരു ഓൾമോസ്റ്റ് 1 മാസത്തിലേറെ 2 മാസത്തിനടുത്ത് സമയം കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ഒന്നും കൂടി അടിപൊളിയാക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുവിധം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, പൊതുവെ ഡിസംബർ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങിയ ആളുകളുണ്ടായിരിക്കും. അവരൊക്കെ ഇനിയിപ്പോൾ ഡിസംബർ എക്സാമിന് മുമ്പൊരു റിഹേഴ്സൽ പോകുന്നത് പോലെ പുതിയതായിട്ട് അപ്ലിക്കേഷൻ ക്ഷണിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് ജൂണിൽ അപ്ലൈ ചെയ്തിട്ടില്ല, നമ്മൾ ഡിസംബറിന് വേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത്, ഡിസംബറിന് മുമ്പായിട്ട് ഇപ്പോൾ ജൂൺ എക്സാം ക്യാൻസൽ ചെയ്ത് ഒരിക്കൽ കൂടി എക്സാം വരികയാണ്. അപ്പോൾ ഈ രണ്ടാമത് വരുന്ന ഈ ക്യാൻസൽ ചെയ്ത എക്സാം റീടെസ്റ്റ് നടത്തുന്ന സമയത്ത് പുതിയതായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഒട്ടുമിക്ക ഒരു 95% നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഒരിക്കലും ഒരു ഫ്രഷ് ആപ്ലിക്കേഷൻ്റെ സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ നമുക്ക് ബൈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ കഴിയുള്ളൂ. എങ്കിൽ പോലും പുതിയൊരു നോട്ടിഫിക്കേഷൻ മീൻസ് പുതിയൊരു ആപ്ലിക്കേഷൻ, ഒരു ഫ്രഷ് ആപ്ലിക്കേഷൻ്റെ സാധ്യത വളരെ വിരളമാണ്, ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന കാര്യം ആണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു വിഭാഗം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾ കഴിഞ്ഞ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അറ്റൻഡ് ചെയ്യാൻ പല കാരണങ്ങൾ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യതയുണ്ടോ? ഞങ്ങൾ കഴിഞ്ഞ തവണത്തെ എക്സാം ക്യാൻസൽ ചെയ്ത എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല, ഇനി ഞങ്ങൾക്ക് പുതിയതായിട്ട് റീടെസ്റ്റ് നടത്തുമ്പോൾ അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? അവരോട് പറയുന്നത് ഒരു 99% നിങ്ങൾക്ക് പുതിയ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ കഴിയും.
എന്തുകൊണ്ട് കഴിയുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓൾറെഡി അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതാണ്, നിങ്ങൾ ഓൾറെഡി പേയ്മെൻറ്റ് പൂർത്തിയാക്കിയതാണ്, നിങ്ങളൊരു തവണ എക്സാം എഴുതിയിട്ടില്ല. ഈ എക്സാമിന് ആരൊക്കെയാണ് എഴുതിയതെന്നുള്ളതിൻ്റെ മൊത്തം ടാബുലേഷനും കാര്യങ്ങളും തന്നെ ഓഫ്ലൈനായിട്ട് ഒരുപാട് ടൈമും ഒരുപാട് വർക്ക് വേണ്ട സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എല്ലാവർക്കും അപ്ലൈ ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എക്സാം എഴുതാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഒരു 99% അങ്ങനെ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ എക്സാം എഴുതിയില്ല, അപ്ലൈ ചെയ്തിരുന്നു, എക്സാം എഴുതിയില്ല, ഇത്തവണ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാം എഴുതാനുള്ള അവസരം കിട്ടുമെന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് ജൂൺ എക്സാം ക്യാൻസൽ ചെയ്ത എക്സാം നടക്കുന്ന സമയത്ത് ഞാൻ മലപ്പുറം സിറ്റിയിലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കോഴിക്കോട് സിറ്റിയിലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ട്രിവാൻഡ്രത്തിലായിരുന്നു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പഠിക്കുന്ന സ്ഥലത്ത്, പ്രത്യേകിച്ച് ഹോസ്റ്റലുകളിലൊക്കെ പഠിക്കുന്ന, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പേഴ്സണലി എന്നെ ചോദിക്കുന്നൊരു ഡൗട്ടാണ്, ഇപ്പോൾ ഞാൻ എവിടെയാണുള്ളത്, ഞാൻ എൻ്റെ ഡൽഹിയിലാണുള്ളത്, അല്ലെങ്കിൽ ഹൈദരാബാദാണുള്ളത്, അല്ലെങ്കിൽ ഞാൻ പോണ്ടിച്ചേരിയിലാണുള്ളത്, അപ്പോൾ എനിക്ക് എക്സാം സെൻറ്റർ മാറ്റാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും അത് പറ്റും എന്ന് തന്നെയാണ്, എന്തായാലും അത് പറ്റേണ്ടതാണ്. ഒരു 99% നിങ്ങൾക്ക് എക്സാം സിറ്റി ചേഞ്ച് ചെയ്യാൻ കഴിയും. അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, OMR എക്സാമിൽ നിന്ന് CBTയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സാം സെൻറ്ററുകളുടെ അളവ് കുറയും. അതായത് ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സൗകര്യമുള്ള, നല്ല രീതിയിൽ ഇൻ്റർനെറ്റ് സൗകര്യമുള്ള, നല്ല രീതിയിൽ കമ്പ്യൂട്ടറുകൾ തയ്യാറാക്കാൻ സജ്ജമാക്കാൻ കഴിയുന്ന സെൻറ്ററുകളിൽ മാത്രമേ ഇനി എക്സാം നടക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മുടെ അടുത്തൊക്കെ എക്സാം നടന്നിരുന്നു, പല കോളേജുകളിലും നടന്നിരുന്നു, പല സ്കൂളുകളിലും നടന്നിരുന്നു. അതൊന്നും ഇനി ഉണ്ടാവില്ല. കമ്പ്യൂട്ടർ സെൻറ്ററുകളിലേക്ക്, അല്ലെങ്കിൽ അത്രയും ഫെസിലിറ്റീസ് ഒരുക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ മാത്രമേ എക്സാം ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഉദ്ദേശിച്ച സിറ്റിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിരുന്ന സിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സെൻറ്റർ അലോക്കേറ്റ് ചെയ്യാൻ NTA-ക്ക് തന്നെ കഴിയില്ല. അതുകൊണ്ട് തന്നെ, പിന്നെ മാത്രമല്ല, സ്വാഭാവികമായിട്ടും മുമ്പും നമ്മളുടെ അനുഭവമാണ്, ഒരു തവണ എക്സാം മാറ്റിവെച്ചാൽ, കൊറോണ ടൈമിലൊക്കെ എക്സാം മാറ്റിവെച്ചാൽ ആളുകൾ മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സിറ്റി മാറ്റാനുള്ള ഒരു ചാൻസ്, ഒരു അവസരം അവർ തന്നിരുന്നു. അതെന്തായാലും ഇത്തവണയും ഉണ്ടാവും. കാരണം വിദ്യാർത്ഥികളുടെ ആരുടെയും പ്രോബ്ലം കൊണ്ടല്ല, ബേസിക്കലി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ വിഭാഗത്തിൻ്റെയും പ്രോബ്ലം കൊണ്ടല്ല എക്സാം മാറ്റേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു നടപടി തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ആസ്പിറൻസിന് അനുകൂലമായൊരു നടപടിയായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അന്ന് എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ ആളുകൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. മൂന്നാമത്തേതായിട്ട്, സിറ്റി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എന്തായാലും പുതിയതായിട്ട് വരുന്ന അപ്ലിക്കേഷനിൽ ഉണ്ടാകും എന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് OMR-ൽ നിന്ന് CBTയിലേക്കുള്ള മാറ്റം തന്നെയാണ്. ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡൗട്ട്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ്. ഇനി ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. OMR-ൽ നിന്ന് CBTയിലേക്ക് മാറ്റുമ്പോൾ ഇനി എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് ഏറ്റവും പ്രധാനം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, OMR-ൽ നിന്ന് CBTയിലേക്ക് മാറ്റുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ, വളരെ കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ ഒരുപാട് ഷിഫ്റ്റ് എക്സാമുകൾ, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പുതിയതായിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അവർക്ക് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷനുകളോട് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ PYQസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ ഒരു 40-50 ദിവസം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ കസ്റ്റമൈസ് ചെയ്യുക. സൈറ ലേണിംഗ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള, കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു കോച്ചിങ് സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഡിസംബറിലേക്കുള്ള അഡ്മിഷനും ഓപ്പൺ ആയിട്ടുണ്ട്. ജൂലൈ 21 കൂടി നമ്മുടെ ഓഫറും അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും സൈറയിൽ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ നമ്മുടെ നമ്പറുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 4 വരെയുള്ള എക്സാമിന് CBT മോഡലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. അതിൽ തന്നെ പുതിയ അപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അപ്ലിക്കേഷൻ ഉണ്ടാവും, പക്ഷേ ഫ്രഷ് ആയിട്ട് പുതിയ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി അപ്ലൈ ചെയ്ത് അറ്റൻഡ് ചെയ്യാത്തവർക്ക് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സിറ്റി ചേഞ്ചിനുള്ള ഓപ്ഷനും ഉണ്ടാകും എന്നതാണ്. ഇതാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഡൗട്ട്സ്, കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ എന്ന രീതിയിൽ ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ഇൻ ദ chat box.